സാർ നമസ്കാരം. നമസ്കാരം. 2026 തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപാട് സർവേകളും പ്രവചനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കുറഞ്ഞാലും ഏതാണ്ട് 77 സീറ്റോളം കിട്ടും എന്നാണ് CPM-ന്റെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സംസ്ഥാന സമിതിയിൽ വിലയിരുത്തലുണ്ടായിരിക്കുന്നത്. അതിനു മുമ്പ് അവർ പറഞ്ഞ 90-ലധികം സീറ്റ് നേടി ഭരണത്തിൽ വരും എന്നുള്ളതായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സംസ്ഥാന സമിതിയിൽ 77 സീറ്റിൻ്റെ കാര്യമാണ് അവർ ഊന്നിപ്പറഞ്ഞത്. ആ സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയൻ പങ്കെടുത്തുമില്ല. എന്നാൽ ഇപ്പോൾ വരുന്ന സർവേകളെല്ലാം UDF-ന് അനുകൂലമായി തന്നെയുള്ള ഒരു രേഖപ്പെടുത്തലുണ്ടായിരിക്കുന്നു, അടയാളപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത്. അതായത് ഏതാണ്ട് 102 വരെയുള്ള സീറ്റുകൾ UDF-ന് കിട്ടും, അവർ ഭരണത്തിൽ വരും എന്നാണ് പറയപ്പെടുന്നത്. ഇതിനിടയിൽ കോഴിക്കോട് മലബാർ മേഖലയിൽ നിന്ന് PJ ആർമി എന്ന് പറയുന്ന ഒരു സംഘത്തിൻ്റെ ചില റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. ആ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ LDF-ന് ഞെട്ടിക്കുന്ന ചില വാർത്തകൾ തന്നെയാണ്. അതായത് കോഴിക്കോട് പോലുള്ള CPM-ന്റെ ഉറച്ച മേഖലകളിൽ പോലും CPM പച്ച തൊടില്ല. കണ്ണൂരിൽ പോലും, അതായത് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് പോലും അദ്ദേഹത്തിൻ്റെ വിജയസാധ്യത പരിങ്ങലിലാണ് എന്നൊക്കെ തന്നെ പറയപ്പെടുമ്പോൾ എന്താണ് ഈ PJ ആർമി എന്ന് പറയുന്ന ഈ ഒരു അസോസിയേഷൻ പുറത്തുവിട്ടിരിക്കുന്ന ഈ സർവേയിലൂടെ LDF-ന് ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അഥവാ ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന് എത്ര കണ്ട് സീറ്റ് കിട്ടും എന്നുള്ളതാണ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്. അതായത് PJ ആർമി എന്ന് പറയുന്നത് അതായത് P ജയരാജനെ അനുകൂലിക്കുന്ന ഒരു CPM-ലെ ഒരു വിങ്ങാണ്. അവർക്ക് കണ്ണൂരിൽ പിണറായി വിജയനേക്കാൾ കൂടുതൽ സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. അത് വടകര ഏരിയയിൽ കോഴിക്കോട് കൊയിലാണ്ടി, നാദാപുരം, അതേപോലെ പേരാമ്പ്ര, കുറ്റ്യാടി, വടകര, ആ സ്ഥലങ്ങൾ, ആ ഏരിയയിലും അവർക്ക് ഭയങ്കര സ്വാധീനമാണ്. സാർ, അങ്ങനെ ഒരു ചൊല്ല് തന്നെ ഉണ്ട്. അത് എത്രയുണ്ട് അർത്ഥവത്താണെന്ന് അറിയില്ല. അതായത് കണ്ണൂർ മേഖലയിൽ P ജയരാജനും പിണറായി വിജയനും നേരിട്ടൊരു മത്സരം വരികയാണെങ്കിൽ P ജയരാജനായിരിക്കും ജയിക്കുക എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അല്ല, അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ സഹോദരിയാണ് സതീദേവി, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. അവരെ ഞാൻ നല്ല ബന്ധമാണ്. അവരുടെ ഭർത്താവ് മുൻ MLA ആയിരുന്നു, T ദാസനായിരുന്നു. അദ്ദേഹമായിട്ട് ഞാൻ സ്ഥിരമായി കാണാറുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും എന്നെ പലതരത്തിലും സഹായിച്ചിട്ടുണ്ട്. ഞാൻ പാർട്ടി ഓഫീസിൽ CH മന്ദിരത്തിൽ പോയിട്ടുണ്ട്. അങ്ങനെ അവസരത്തിലാണ് MA ബേബിയെ കുറിച്ചൊരു പ്രത്യേക ലെക്ക ഇറക്കിയപ്പം, അദ്ദേഹത്തിന്റെ അഴിമതി, സ്വർണ്ണ അഴിമതിയെ കുറിച്ച് ഇറക്കിയപ്പം നമ്മുടെ മത്തായി ചാക്കോ എന്നെ തടയുകയും ഞാൻ പറഞ്ഞു T ദാസനെ കാണാമെന്നാണ്, നിങ്ങൾ എന്നെ തടയാൻ പറ്റില്ല പറഞ്ഞിട്ട് CH മന്ദിരത്തിൽ വെച്ചിട്ട് തർക്കമൊക്കെ ഉണ്ടായത്. അത് പണ്ടത്തെ ചരിത്രം. അപ്പം ഈ മലബാർ മേഖലയിൽ ഈ PJ ആർമി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഇത്. എന്നാൽ PJ ആർമി മാത്രമല്ല, പഴയ ജയരാജന്മാർ ഒന്നിച്ച്, MV ജയരാജനും EP ജയരാജനും P ജയരാജനും ഒന്നിച്ചും ഷംസീർ കൂട്ടമായും ഈ 4 പേർ, പ്രമുഖരായ 4 പേർ ചേർന്ന് വളരെ ആസൂത്രിതമായ വോട്ട് അട്ടിമറികൾ നടത്തിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന്റെ ഭാഗമായി നമ്മുടെ MV ജയരാജൻ തന്നെ പറഞ്ഞത് ധർമ്മടത്ത് പോലും വിജയസാധ്യത കുറവാണ്, വലിയ മത്സരമാണ് ധർമ്മടത്തുള്ളത്. അതായത് 50,000 വോട്ടിന് പിണറായി വിജയൻ കഴിഞ്ഞ തവണ ജയിച്ച ധർമ്മടത്ത് അവിടെ വലിയ മത്സരമാണ് നടക്കുന്നത്. ജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നത് വോട്ടെണ്ണിയപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കണ്ടല്ലോ, അതിൽ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു സൂചനയാണ്. അതായത് അവിടെ മലബാർ മേഖലയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇത്തവണ CPM തോൽക്കുക, എന്നിട്ട് തോറ്റിട്ട് രണ്ടാമത് തിരിച്ചു വരിക, എന്നിട്ട് പാർട്ടിയിൽ ശുദ്ധീകരണം നടത്തി ഒരു നല്ല പാർട്ടി ആയിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അതിന് പിണറായി വിജയനും മരുമകനും അടക്കമുള്ള കാളിക്കോളി സംഘങ്ങളൊക്കെ അവിടുന്ന് പോകണം. എന്നാൽ മാത്രമേ ഇത് ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ. പിണറായി വിജയൻ മുതലാളിത്തത്തിന്റെ ബൂർഷാ സംസ്കാരത്തിന്റെ ആളായി മാറിക്കഴിഞ്ഞു എന്ന് അവർ കൃത്യമായി പറയുന്നു. മാത്രമല്ല, പിണറായി വിജയന് വിദേശത്ത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ ഉണ്ടെന്നും അവർ തന്നെ വിലയിരുത്തുന്നു. അങ്ങനെ നോക്കുമ്പോൾ പിണറായി വിജയന്റെ കൈപ്പിടിയിലാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു മറയായിട്ട് പാർട്ടിയെ കൊണ്ടു നടക്കുകയാണ്. അങ്ങനെയുള്ള മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ പോയാൽ
ഇനി മുന്നോട്ട് പോവില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി PJ ആർമി, അതായത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വ്യക്താവായി അറിയപ്പെടുന്ന P ജയരാജൻ മുന്നിട്ടിറങ്ങിക്കൊണ്ട് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അടിത്തട്ടിൽ പ്രവർത്തനം നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് TK ഗോവിന്ദനെയും V കുഞ്ഞികൃഷ്ണനെയും മുന്നിലേക്ക് നിർത്തി അവരെ മുന്നിൽ നിന്ന് നയിച്ച് അവരെ കൊണ്ട് പോരാട്ടം നടത്തിച്ച് കണ്ണൂരിൽ തളിപ്പറമ്പിലും അതേപോലെ പയ്യന്നൂരിലും അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ പയ്യന്നൂരിലും വിമത സ്ഥാനാർത്ഥികളെ നിർത്തി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത്. അത് അവിടെ മാത്രമല്ല, ഒരു സംഭവമല്ല എന്നുള്ളതാണ് ഇപ്പൊ PJ ആർമിയുടെ ചില സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിൽ പറയുന്ന മലബാർ മേഖല എന്ന് പറയുന്നത് നമ്മൾ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള മേഖല എന്ന് പറഞ്ഞാൽ പാലക്കാട് 12 സീറ്റും മലപ്പുറത്ത് 16 സീറ്റും 3 സീറ്റ് വയനാടും കിട്ടുമ്പോൾ 31 സീറ്റായി. കോഴിക്കോട് 13 സീറ്റുകൾ കിട്ടുമ്പോൾ 44 സീറ്റായി. 44ഉം കണ്ണൂര് 11ഉം 44 57ആയി. 57ഉം 5ഉം 62 സീറ്റ് ടോട്ടൽ. ഈ 62 പിന്നെ വയനാട് 3ഉം 65 സീറ്റ്. ഈ 65 സീറ്റിൽ ഒറ്റ സീറ്റും UDF-ന് LDF-ന് കിട്ടില്ല. അതിന് അർത്ഥം എന്താണ്? കല്യാശ്ശേരിയും അതേപോലെ മട്ടന്നൂരും അതേപോലെ ധർമ്മടവും തലശ്ശേരി എന്ന് പറഞ്ഞാൽ 40,000 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. കാരായി രാജനെ മത്സരിപ്പിച്ച സ്ഥലമാണ്. അപ്പൊ ആ ഏരിയ ഒക്കെ തന്നെ പൂർണ്ണമായിട്ട് LDF പരാജയപ്പെടാൻ പോകുന്നു. ഇത്തവണ CPM നന്നാവുന്നതിന്റെ ഭാഗമായി CPM-നുള്ളിൽ നിന്ന് തന്നെ വോട്ട് മറിഞ്ഞിരിക്കുന്നു. അത് ശക്തമായ രൂപത്തിലാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും എല്ലാം വോട്ട് മറിഞ്ഞിരിക്കുന്നത്, ധർമ്മടത്തെല്ലാം മറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സാറേ, ഇവിടെ ഏറ്റവും വിരോധാഭാസമായിട്ട് തോന്നുന്ന ഒരു കാര്യം, CPM-ൽ തന്നെ CPM പാർട്ടിക്കകത്ത് നല്ല പ്രതിച്ഛായ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഈ ഷംസീർ നല്ല ഭൂരിപക്ഷത്തോട് ജയിച്ച് തലശ്ശേരിയിൽ ഒരു കൊലപാതക കേസിലെ പ്രതിയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ പാർട്ടി ധാർമ്മികമായി എവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളതല്ലേ? അല്ല, ഷംസീർ എന്ന് പറയുന്നത് ആളെ വെട്ടിമാറ്റി എന്തിനാണ്? ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് മറ്റൊരു മന്ത്രി വരണം എന്ന്. റിയാസ് മുസ്ലിമാണ്. അതേപോലെ ഷംസീറിന്റെയും കൂടെ പാരമ്പര്യം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഷംസീറിനാണ് പാരമ്പര്യം കൂടുതലുള്ളത്. സീനിയോറിറ്റി കൂടുതലുള്ള ഷംസീറിന് നിർബന്ധമായി സ്ഥാനം കൊടുത്തേ പറ്റൂ. അപ്പം സീനിയോറിറ്റി ഉള്ള ഷംസീറിന് സ്ഥാനം കൊടുക്കുമ്പോൾ തീർച്ചയായും അത് പിണറായി വിജയന് പ്രശ്നമായി തീരും. മരുമകന് വേണ്ടി ഷംസീറിനെ വെട്ടി എന്ന് തന്നെയാണ് അതിന് മനസ്സിലാക്കുന്നത്. അപ്പോ യാതൊരു തത്വദീക്ഷയില്ലാതെ ഷംസീറിനെ വെട്ടിമാറ്റിയത് 75 വയസ്സായിട്ടല്ലല്ലോ, ചെറുപ്പക്കാരനല്ലേ. രണ്ടാം ഘട്ടം എന്ന പേര് പറഞ്ഞിട്ടാണ് മാറ്റി നിർത്തിയത്. രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞിട്ടാണ്. പിണറായി വിജയൻ എത്രാം ഘട്ടമാണ്? അപ്പൊ രണ്ടാം ഘട്ടമല്ലേ നമ്മുടെ ഈ ഇതുപോലുള്ള എത്ര പേരുണ്ട്? മാത്രമല്ല, വിജയസാധ്യതയുള്ള രണ്ടാം ഘട്ടം കഴിഞ്ഞിട്ട് ആളുകളെ പിന്നെയും പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു പിണറായി വിജയന്റെ കാര്യത്തിൽ അതൊന്നും ബാധകമല്ല. തനിക്കെതിരെയുള്ള അതിനകത്ത് നാളത്തേക്ക് ആരെങ്കിലും വിഘാതമായി നിൽക്കുന്ന ആൾക്കാരെ ബാധകമാണ് എന്നുള്ളതാണ് പിണറായി വിജയന്റേത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് തലശ്ശേരിയൊക്കെ തോൽക്കാന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ചരിത്രത്തെ നോക്കിക്കഴിഞ്ഞാൽ RSS-നോട് വെല്ലുവിളിച്ചുകൊണ്ട് RSS-ന്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് രാജഗോപാൽ എന്ന് പറയുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഫാദർ ലോ ജയിച്ചുള്ള സ്ഥലമാണ് ഈ പറയുന്ന തലശ്ശേരി. 25,000 വോട്ടിനാണെന്ന് ഒറ്റയ്ക്ക് നിന്ന് പോരാട്ടം നടത്തി വിജയിച്ചുള്ള ആ സ്ഥലത്താണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലുള്ള സാധാരണ അണികൾ ബഹുഭൂരിപക്ഷം ആളുകളും എതിരായി വോട്ട് ചെയ്തു എന്ന് പറയുന്ന വാർത്ത വരുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇങ്ങനെ വരുമ്പോൾ ഈ 65 സീറ്റും നേടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബാക്കി എത്ര സീറ്റ് മതി? 85 സീറ്റ് മതി, 75 സീറ്റ് മതി. 140 മണ്ഡലത്തിൽ നിന്ന് 65 സീറ്റ് എന്ന് പറഞ്ഞ വലിയ ഒരു സംഖ്യ തന്നെയാണ്. 100 സീറ്റ് എന്ന് പറയുന്ന VD സതീഷിന്റെ കൃത്യമായിട്ടുള്ള അറിവ് VD സതീഷിനുണ്ട്. അതാണ് VD സതീശൻ ഒറ്റ പ്രസ്താവന മാത്രം ഇറക്കി 100-ൽ പരം വോട്ട് സീറ്റുകൾ ഇപ്രാവശ്യം UDF-ന് കിട്ടും. പ്ലസ് UDF അധികാരത്തിലെത്തിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും. ഇത്രയും തന്റെ അടുത്തോടെ VD സതീശന് പറയണമെങ്കിൽ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം VD സതീഷിന് കിട്ടിയിട്ടുണ്ട്. അല്ല, അത് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് കൃത്യമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. അതിലൂടെ നമുക്ക് അല്ല, ഈ CPM-ന്റെ ഉള്ളിൽ നിന്ന് PJ ആർമിയുടെ അടക്കമുള്ള ശക്തമായ പിന്തുണ, അവർ വോട്ട് മാറ്റി ചെയ്യും ഓരോ മണ്ഡലത്തിലും എന്ന് പറയുന്ന കൃത്യമായുള്ള മെസ്സേജ് അദ്ദേഹത്തിന് നേരത്തെ തന്നെ അറിവുണ്ട്. അവരുമായി ധാരണ കൃത്യമായി വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് TK ഗോവിന്ദനെയും
അതേപോലെ വി കുഞ്ഞികൃഷ്ണനെയും സ്ഥാനാർത്ഥിയാക്കി വെക്കാൻ അവർ തയ്യാറായത്. അല്ല, ഇവിടെയാണ് മറ്റൊരു ചിന്തിക്കേണ്ട ഒരു കാര്യം. അതായത് മറ്റ് കേരളത്തിലുള്ള മറ്റു ജില്ലകൾ പോലെയല്ല ആലപ്പുഴയും കണ്ണൂരും ഒന്നും. അപ്പോൾ ഈ കണ്ണൂരിലും ആലപ്പുഴയിലും പാർട്ടിയുടെ 60 വർഷത്തിലേറെ പാരമ്പര്യമുള്ള മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ട് പുറത്തു വരുന്നു. അത് UDF ചേർന്നുകൊണ്ട് അവർ CPM-നെതിരെ മത്സരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തു, സാറ് സൂചിപ്പിച്ചതുപോലെ ഈ PJ ആർമി പോലുള്ള ചില സംഘടനകൾ CPM-ന് പ്രതികൂലമായ വോട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ ഇതൊക്കെ മണത്ത് കണ്ടറിയുന്നതിന് എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ പാർട്ടി സംവിധാനങ്ങൾക്ക് സാധിക്കാതെ പോയതെന്നുള്ള ചോദ്യം തന്നെയല്ലേ? അല്ല, പിണറായി വിജയന് കൃത്യമായിട്ട് മണത്ത് അറിഞ്ഞിട്ടുണ്ടാകണം. TK ഗോവിന്ദനെ പോലെയുള്ള സമുന്നതനായ ആദർശധീരനായ ഫൈറ്റ് ചെയ്യുന്ന ഒരാള് പിന്നെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായി വരിക, അതേപോലെ തന്നെ തളിപ്പറമ്പിൽ നിന്ന് പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയായി വരിക, പിന്നെ G സുധാകരൻ അവസാന നിമിഷം ഒറ്റ ദിവസം കൊണ്ട് സ്ഥാനാർത്ഥി വരും. നേരത്തെയുള്ള തീരുമാനമില്ലായിരുന്നു അങ്ങനെ വരുമോ? അപ്പോ G സുധാകരനും ആയിഷ പോറ്റിയും വന്നപ്പോൾ കൊല്ലം ജില്ലയിലെ 11 സീറ്റും ആലപ്പുഴ ജില്ലയിലെ 9 സീറ്റും, അതായത് 20 സീറ്റും 20 സീറ്റിൽ 5 സീറ്റും നമുക്ക് വിട്ടുകൊടുക്കാം. 15 സീറ്റും UDF-ന് കിട്ടും എന്നുള്ളതാണ് അവിടെ നിന്നുള്ള വിവരം വരുന്നത്. ഈ പറയുന്ന പാലക്കാട് തുടങ്ങി കാസർഗോഡ് വരെയുള്ള 65 സീറ്റ് ഒരു 5 സീറ്റ് നമുക്ക് മാറ്റി വെച്ചാൽ 60 സീറ്റ് അവിടെ തന്നെ കിട്ടും. ഈ പറയുന്ന പാലക്കാട് വരെയുള്ള മലബാർ മേഖലയിലെ സീറ്റുകളും അതുപോലെ കൊല്ലവും ആലപ്പുഴയും സീറ്റുകളും കൂടി വരുമ്പോൾ എത്ര സീറ്റായി? ഇവർക്ക് 80 സീറ്റായി, ഭൂരിപക്ഷമായി. അതാണ് VD സതീശനുള്ള ഉറപ്പ്. അതായത് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ വിള്ളൽ കൃത്യമായി അവരെന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ G സുധാകരനൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് അവസാന നിമിഷം വരെ അധികം സ്ഥാനാർത്ഥിയാവുന്നുള്ളത്. ആ സ്ഥാനാർത്ഥിയാവുന്ന രീതി നോക്കൂ. അത് ആർക്കൊക്കെ അറിയാം? P ജയരാജനും MV ജയരാജനും EP ജയരാജനും ഒക്കെ അറിയാം G സുധാകരൻ സ്ഥാനാർത്ഥിയാവുന്നുള്ള കാര്യം. കാരണം നേരത്തെ തന്നെ ഇവർക്ക് എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ ഇതിന് അപ്പുറത്തേക്ക് വിഡ്ഢികളുടെ സ്വർഗത്തിലെ പോലെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ മറികടക്കാൻ ആരും വരില്ല, അദ്ദേഹത്തിനെ എതിർക്കാൻ ആരും വരില്ല, പാർട്ടിക്കുള്ളിൽ ആര് വന്നാലും വെട്ടിമാറ്റാം എന്നൊക്കെ ഉള്ളതായിരുന്നു. അധികാരത്തിന്റെ ആ ധാർഷ്ട്യം ഉപയോഗിച്ച് എന്തും തകർക്കാന്നുള്ളതായിരുന്നു പിണറായി വിജയന്റെ ധാരണ. ആ ധാരണ പൊളിച്ചുകൊണ്ടാണ് PJ ആർമി കൃത്യമായിട്ട് പ്രവർത്തിച്ചത്. അത് തീർച്ചയായിട്ടും PJ ആർമിയുടെ പ്രവർത്തനം വഴി തന്നെ ഈ പറയുന്ന ജില്ലകൾ കൂടാതെ G സുധാകരന്റെ ഒരു ആയിഷ പോറ്റിയുടെയും വരവോടുകൂടി കൊല്ലം ആലപ്പുഴയും കൂടിയുള്ള ഒരു വരവ് തീർച്ചയായിട്ടും UDF-നെ 100% അധികാരത്തിൽ എത്തിക്കാൻ കഴിയും. ഇതോടുകൂടി പിണറായി വിജയന്റെ ചിറകുകൾ അരിഞ്ഞു വീഴുന്നു. അതായത് പിണറായി യുഗം CPM-ൽ അവസാനിക്കുന്നു എന്ന് തന്നെയാണ് ഇതിന്. അതെ, പിണറായി അവസാനിപ്പിക്കാൻ വേണ്ടി ഇവർ കൃത്യമായി പ്ലാനും പ്രവർത്തനവും നടത്തി, കൃത്യമായിട്ട് VD സതീശനെ നേരിട്ട് കണ്ട് കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് VD സതീശ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അദ്ദേഹം ഒറ്റ പ്രസ്താവന അവസാനം അറിയുള്ളൂ, പാർട്ടിക്ക് 100-ൽ പരം സീറ്റ് കിട്ടും, 100+ ആണ്. ഇപ്പുറത്ത് അദ്ദേഹം പറഞ്ഞ എന്താ? UDF-ന് അധികാരം കിട്ടിയില്ല, ഞാൻ വനവാസത്തിന് പോകും. ഇത്രയും ധൈര്യത്തിൽ ഒരു നേതാവിന് പറയണമെങ്കിൽ അദ്ദേഹത്തിന് അത്രയ്ക്കും ഉറപ്പ് അപ്പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ആ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം അത് വ്യക്തമാക്കിയേക്കുന്നത്. എന്തായാലും ഈ മെയ് 4-ാം തീയതി ഇപ്പോൾ PJ ആർമി പുറത്തുവിട്ടിരിക്കുന്ന ഈ സർവേ പ്രകാരമുള്ള കണക്കുകൾ ശരിയാവില്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. എന്തായാലും അതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് വിലയിരുത്താം. കാരണം പിന്നീട് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി PJ ആർമി അടക്കം ഉള്ള സംഘടനകൾ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു. അതുകൊണ്ട് ആ പിണറായി യുഗം അവസാനിപ്പിച്ചു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ വോട്ട് ചെയ്തൊരു തെരഞ്ഞെടുപ്പായിരിക്കും 2026. അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. കാരണം അതിന്റെ എല്ലാ ബാഹ്യ ബഹിർസ്ഫുരണങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ആയിഷ പോറ്റിയും G സുധാകരനും അതേപോലെ PK ശശിയും TK ഗോവിന്ദൻ കുഞ്ഞിക്കണ്ണൻ ഇനി ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ശരിക്കും കോട്ടയത്ത് നമ്മുടെ സുരേഷ് കുറുപ്പ് മത്സരിക്കും എന്നുള്ള ഒരു കാര്യം എനിക്ക് നേരത്തെ കിട്ടിയിരുന്നു. അത് നടന്നില്ല. അതും കൂടെ വന്നിരുന്നെങ്കിൽ പൂർണ്ണമായിരുന്നേനെ. മാത്രമല്ല നമ്മൾ ഒരാളെ പേര് വിട്ടുമായി VS അച്യുതാനന്ദന്റെ സെക്രട്ടറി സുരേഷ്, അദ്ദേഹം പറഞ്ഞാൽ VS അച്യുതാനന്ദനെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെയാണ്. ആ VS അച്യുതാനന്ദന്റെ ഒരു അനുയായികളുടെ വോട്ട് അത് നിർണായകമാണ്.
അതെ. അവരടക്കം ഇപ്രാവശ്യം മാറ്റിക്കുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇടതുപക്ഷത്തിന്റെ കോട്ടകളൊക്കെ തകരും എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടാൽ. നമ്മുടെ ഇതെല്ലാം കെട്ടറിവുള്ള വിവരങ്ങളാണ്, അതെ. സത്യമാണ് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്, ഉത്തമ വിശ്വാസമുണ്ട്. എന്തായാലും 4-ാം തീയതി നമുക്ക് കാത്തിരിക്കാം. പിണറായി വിജയൻ ഇതുവരെ വാ തുറന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഏകദേശം ഇതിന്റെ എല്ലാം കാര്യങ്ങൾ പിണറായി വിജയന് പിടികിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നന്ദി, നമസ്കാരം.